ഗൈസ് ഗെയിമിനകത്ത് നടക്കുന്ന ഈ ഒരു BPL മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന ഒരു ഇവന്റ് കൂടിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ബണ്ടിൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. സിമ്പിൾ ആയുള്ള ഒരു ഇവന്റ് ആണ്. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഒരു ഇവന്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 5 മിനിറ്റ് മാത്രം മതി. 5 മിനിറ്റ് പോലും വേണ്ട, നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇസും ആ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാം. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഗൈസ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓണാക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ ആയുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസ് ഇപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ് നമ്മുടെ ഗെയിമിനകത്ത് ഈ ഒരു BPL മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന ഒരു ഇവന്റ് തുടങ്ങിയിട്ടുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ബുയ പ്രീമിയർ ലീഗ് എന്നാണ് ഇതിൻ്റെ പേര്. സോ ഇതിപ്പം ഇത് റിയൽ ആയിട്ട് നടക്കുന്ന ഒരു മാച്ചാണ്. ഓക്കെ, അതായത് ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഒരു മാച്ചാണ്. സോ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ആ ഒരു സ്പോർട്സ് കളിക്കുന്ന ആൾക്കാരൊക്കെ ഇതിപ്പം റിയൽ ആയിട്ട് കളിക്കുന്ന ഒരു മാച്ചാണിത്. സോ ഇത് നിങ്ങൾ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഇതിപ്പം നമ്മുടെ ആ ഒരു ഇവന്റ് സെക്ഷനകത്ത് ഇതിപ്പം നമ്മൾ നേരിട്ട് പോകണം. സോ ഇതിപ്പം പോകുന്ന സമയത്ത് ഇതിപ്പം നമുക്ക് ഇവിടെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അതായത് ദിവസം നമ്മൾ പെസ് ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ ഫോർമേഷൻ സെലക്ട് ചെയ്യത്തില്ല, അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട നമ്മുടെ ടീം മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യണം. അതായത് നമ്മളിവിടെ ഒരു ടീം ഉണ്ടാക്കിയാണ് വേണ്ടത്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഇവിടെ നിങ്ങൾ ബാറ്റർ സെലക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഇതിപ്പം നിങ്ങൾ മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ ക്യാപ്റ്റനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റന് ഡബിൾ പോയിന്റ് ഈസിപ്പം കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈസും നിങ്ങളുടെ ക്യാപ്റ്റനെ നിങ്ങളിവിടെ സെലക്ട് ചെയ്യണം. സോ പിന്നെയുള്ളതെന്ന് വെച്ചാൽ ബോളറാണ്. ഈസും ബൗളറിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഈസും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈസും അറിയാവുന്ന ഈസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഈസും ഒരു ബൗളറിനെ ഈസും നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യാണ് വേണ്ടത്. സോ പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഓൾ റൗണ്ടറാണ്. ഈസും ഏറ്റവും കൂടുതൽ ഈസും നിങ്ങൾക്ക് ഓൾ റൗണ്ടറായിട്ട് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈസും നിങ്ങൾക്ക് ക്വിക്കായിട്ട് ഈസിപ്പം ഏതെങ്കിലും ഒരു ഡിഫോൾട്ട് സാധനം ഇവർ തന്നെ സെറ്റ് ചെയ്ത് തരുന്നുണ്ടാവും. സോ ഈസും അതിന് ക്വിക്കായിട്ട് ക്വിക്ക് പിക്ക് എന്ന് പറയുന്നൊരു സംഭവം കൊടുത്താൽ മതി. അവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈസും ടീം മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യും. നമുക്കിവിടെ കിട്ടാൻ പോകുന്ന റിവാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിപ്പം 5000 പേർക്ക് താണ്ട ഒരു ബണ്ടിലാണ് കിട്ടുന്നത്. അത് ക്രിക്കറ്റിൻ്റെ ആ ഒരു ബണ്ടിലാണ് ഈസും കിട്ടുന്നത്. ഓക്കെ, ദെൻ കേസ് പിന്നെ 5000 തൊട്ട് 10000 പേർക്ക് കേസിപ്പം നമുക്ക് താണ്ടി ഈ ഒരു ഹാറ്റ് കേസും കിട്ടുന്നതാണ്. അടിപൊളിയായ തൊപ്പി കിട്ടുന്നുണ്ട്. ദെൻ കേസ് പിന്നെ 10000 പുറത്ത് ആൾക്കാർക്ക് കേസും വേറെ ഒരു തൊപ്പിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ റിവാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ആ ഒരു ബണ്ടിൽ വേറെ ലെവൽ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ ലക്കൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. ഈസും നിങ്ങൾക്ക് മേ ബി കിട്ടും. നിങ്ങൾ ടീം മേക്ക് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ സ്കോർ കിട്ടുന്നത്. സോ ഇവിടെ ഈസും നിങ്ങൾ സ്കോറും കാര്യങ്ങളൊക്കെ ഈസും നിങ്ങൾ ശ്രദ്ധിക്കുക. മാത്രമല്ല അവിടുത്തെ ഒരു കൗണ്ട് ഡൗണും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോയും കാര്യങ്ങളൊക്കെ ജാനുവരി 28 10 മണി തൊട്ട് ജാനുവരി 31 8 മണി വരെ ഈസപ്പോൾ ഇത് തുടങ്ങുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോയും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് വരുന്നതാണ്. മാത്രമല്ല അവസാനമായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 1 ഈസിപ്പം 12 മണി തൊട്ട് ഫെബ്രുവരി 1 8 മണി വരെയാണ്. ഓക്കെ, സോ ഈസിപ്പം ഇതുവരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു എഡിറ്റ് ചെയ്തിട്ട് ഈസിപ്പോൾ നിങ്ങൾക്ക് ഫോർമേഷനും കാര്യങ്ങളൊക്കെ മാറ്റാം. മാത്രമല്ല നിങ്ങൾക്ക് സ്കോറും കൂട്ടാൻ പറ്റും. സോ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ബണ്ടിലും മാത്രമല്ല ഒരു ക്യാപ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത്. സോ എന്തായാലും ഈസിപ്പം നൈസുള്ള ഒരു ഇവൻ്റാണ്. ഈസിപ്പം നിങ്ങൾ എല്ലാം ഈസിപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളിക്കുക. സോ എന്തായാലും ഈസിപ്പം നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ പോയിന്റ്സ് കാണാൻ പറ്റും. തൊട്ടിപ്പുറത്ത് തന്നെ മാച്ച് ഡേ 1 ഡേ 2 എന്ന് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ഡേ 1 ഡേ 2 ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈസിപ്പം നിങ്ങൾ ടീം എത്രത്തോളം സ്കോർ കൈവരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അവിടെ അറിയാൻ സാധിക്കും. സോ എന്നിട്ട് ഈസിപ്പം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. ഓക്കെ, ഈസിപ്പം നിങ്ങൾക്ക് സ്കോറും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ഈസിപ്പം നല്ല സ്കോറും കാര്യങ്ങളൊക്കെ ആക്കാം. അങ്ങനെ ഈസിപ്പം നിങ്ങളുടെ ടീമിനെ ഈസിപ്പം നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതാണ് ഈസിപ്പം ഈ ഒരു BPL മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം. ഓക്കെ, ഈസിപ്പം ഇത് റിയൽ ആയിട്ട് നടക്കുന്ന ഒരു ഗെയിമാണ്. എന്തായാലും ഈസിപ്പം നിങ്ങൾ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മുടെ ഗെയിമിനകത്ത് അങ്ങനെ വെബ് ഇവൻ്റ് കാര്യങ്ങളൊന്നും സാധാരണ വരാറില്ല. ഇത് നൈസായുള്ള ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഗൈസ് ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇറ്റ്സ് മീ സോൾ ഗെയിമേഴ്സ് സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ലവ് യു ആൾ, പീസ് ഔട്ട്.